കോട്ടയത്ത് മുൻ KSU നേതാവ് ജൂബിൻ ജേക്കബിന്റെ അപകടയാത്രയിൽ സ്വമേധയാ പോലീസ് കേസെടുത്തു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും ജീവൻ അപകടത്തിലാക്കും വിധമുള്ള ഡ്രൈവിംഗിനും ഉൾപ്പെടെയാണ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റവരുടെ മൊഴി കേസെടുക്കാൻ പര്യാപ്തമെന്നും പോലീസ് അറിയിച്ചു. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, 7ഓളം വാഹനങ്ങൾക്കാണ് ഈ അപകടമുണ്ടായത്. ഈ അശ്രദ്ധമായി ഈ ജൂബിൻ വാഹനം ഓടിച്ചതിലൂടെ ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്? എന്താണ് സാഹചര്യം? നിലവിൽ ഇന്ന് രാവിലെ വരെയും കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചതോടുകൂടിയിട്ടാണ്, അല്ലെങ്കിൽ സംഭവം വലിയ വിവാദമായതിനെ തുടർന്നാണ് ഇപ്പോൾ കേസെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇന്നലെ അപകടകരമായിട്ട് കാർ ഓടിച്ച ജൂബിൻ എന്ന് പറയുന്ന വാഴൂർ സ്വദേശി വിദ്യാർത്ഥിക്കെതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. BNS 281, 125A, മോട്ടോർ വാഹന നിയമത്തിലെ 134A എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ്. അതായത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും ജീവൻ അപകടത്തിലാക്കും വിധമുള്ള ഡ്രൈവിംഗിനും പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകാതെ വാഹനം ഓടിച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പരിക്കേറ്റവരുടെ മൊഴി കേസെടുക്കാൻ പര്യാപ്തമാണ് എന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ അതേസമയം തന്നെ ഈ യുവാവിന്റെ കാറിൽ നിന്നും മദ്യക്കുപ്പികളടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യുവാവ് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളൊരു വകുപ്പ് ഇതിൽ FIR-ൽ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്തുകൊണ്ടാണ് പോലീസ് ആ വകുപ്പ് ഉൾപ്പെടുന്നാത്തത് എന്നുള്ളതാണ് ചോദ്യമായിട്ട് നിൽക്കുന്നത്. നിലവിൽ പോലീസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് യുവാവിന്റെ രക്തപരിശോധനയ്ക്കായിട്ട് നൽകിയിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ റിസൾട്ട് ലഭിച്ചാൽ മാത്രമേ യുവാവ് മദ്യപിച്ചാണോ വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നിലവിൽ ആ വകുപ്പ് ചുമത്താത്തത് എന്നുള്ള ഒരു മറുപടിയാണ് നിലവിൽ കോട്ടയം വെസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. ഒപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ യുവാവിനെതിരെ നടപടി സ്വീകരിക്കും, ലൈസൻസ് റദ്ദാക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ ആദ്യഘട്ടത്തിൽ ഈ യുവാവിനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ എടുത്തിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ വൈകുന്നേരം കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ കൂടിയും ഇന്ന് രാവിലെ അയാളെ ചികിത്സയ്ക്ക് വേണ്ടി വീട്ടുകാരോടൊപ്പം പറഞ്ഞു വിടുകയായിരുന്നു പോലീസ്. അതിനുശേഷം വാർത്ത ഇത്തരത്തിൽ വലിയ രീതിയിൽ വന്നതിനെ തുടർന്നാണ് കേസെടുക്കാനായിട്ട് അവർ നിർബന്ധിതരാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ യുവാവ് കോട്ടയം CMS കോളേജിലെ വിദ്യാർത്ഥിയാണ്, KSU നേതാവായിരുന്നു. ഈ സംഭവം ഉണ്ടായതിനു ശേഷം KSU ജില്ലാ നേതൃത്വം ഇയാളെ തള്ളിക്കൊണ്ടുള്ള നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 1 വർഷം മുമ്പ് സംഘടനാ വിരുദ്ധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇയാളെ സംഘടനയിൽ നിന്നും പുറത്താക്കി എന്നുള്ള ഒരു വാർത്താക്കുറിപ്പ് KSU ജില്ലാ നേതൃത്വം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് കഞ്ചാവ് അടക്കം ഉപയോഗിച്ച കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണെങ്കിലും പോലീസ് കേസെടുത്തിരിക്കുന്നു.